നമസ്കാരം, ഞാൻ രജന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച മൊബൈൽ നെറ്റ്വർക്ക് ബഹ്റൈനിൽ. ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച മൊബൈൽ നെറ്റ്വർക്ക് ബഹ്റൈനിലെന്ന് റിപ്പോർട്ട്. സ്വതന്ത്ര അനലിറ്റിക്സ് കമ്പനിയായ ഓപ്പൺ സിഗ്നലിന്റെ റിപ്പോർട്ട് പ്രകാരം മൊബൈൽ നെറ്റ്വർക്ക് ഗുണനിലവാരത്തിനുള്ള ആഗോള മാനദണ്ഡമായ ഗ്ലോബൽ നെറ്റ്വർക്ക് എക്സലൻസി സൂചികയാണ് ബഹ്റൈൻ ഒന്നാം സ്ഥാനത്തെത്തിയത്. ഡിജിറ്റൽ സംവിധാനങ്ങളോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ നേട്ടം. കൂടാതെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് രാജ്യം ഉന്നതങ്ങളിലാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മികച്ച 4G, 5G ലഭ്യത, വേഗത്തിലുള്ള ഡൗൺലോഡ്, വിശ്വസനീയമായ നെറ്റ്വർക്ക് നിലവാരം എന്നിവയ്ക്കാണ് ബഹ്റൈൻ അംഗീകാരം നേടിയത്. ബഹ്റൈനിലെ ടെലികോം ഉപഭോക്താക്കൾക്ക് ലോകോത്തര സേവനങ്ങൾ നൽകാൻ നൂതന സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ TRA അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. എന്നാൽ ഭരണാധികാരികളായ ഹമദ് രാജാവിന്റെയും കിരീടാവകാശിയുടെയും ദർശനവും പിന്തുണയും ഇല്ലായിരുന്നെങ്കിൽ ഈ വിജയം സാധ്യമാകുമായിരുന്നില്ലെന്ന് TRA പറഞ്ഞു. പട്ടികയിൽ 2ാം സ്ഥാനവും കുവൈറ്റിനാണ്. ഒമാൻ, UAE എന്നിവർ യഥാക്രമം 3ഉം 4ഉം സ്ഥാനത്ത് തുടരുന്നു. അതിനു പിന്നാലെയാണ് ഖത്തറിന്റെയും സൗദിയുടെയും സ്ഥാനം. ഓൺലൈൻ തട്ടിപ്പുകൾ ശക്തമായ മുന്നറിയിപ്പുമായി ബഹ്റൈൻ. ഓൺലൈൻ തട്ടിപ്പുകളെ ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി ബഹ്റൈൻ. തട്ടിപ്പുകളെക്കുറിച്ച് പൊതുസമൂഹത്തിനിടയിൽ അവബോധം വളർത്തുക, തട്ടിപ്പുകാരിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം. ഇലക്ട്രോണിക് തട്ടിപ്പുകൾക്കെതിരായ ദേശീയ ക്യാമ്പയിനായ പ്രൊട്ടക്ട് യുവർ സെൽഫ്, ബി അവെയർ സ്ഥാപകൻ ഡോക്ടർ മിഷാൽ അൽ ഥവാദി തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന സങ്കീർണവും നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ തന്ത്രങ്ങളെക്കുറിച്ച് കർശനമായ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം ഇസ ടൗൺ സോഷ്യൽ ചാരിറ്റി ആസ്ഥാനത്ത് സാമൂഹിക വികസന മന്ത്രാലയം സംഘടിപ്പിച്ച വഞ്ചനകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കൽ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ അൽ ഥവാദി. ആപ്ലിക്കേഷനുകൾ, ലിങ്കുകൾ, ഇമെയിലുകൾ, SMS, പ്രത്യേകിച്ച് പരിചയമില്ലാത്ത അന്താരാഷ്ട്ര അല്ലെങ്കിൽ പ്രാദേശിക കോഡുകൾ വഹിക്കുന്ന അജ്ഞാത ഫോൺ നമ്പറുകൾ എന്നിവയിൽ നിന്നെല്ലാം എല്ലാവരും ജാഗ്രത പാലിക്കണം. ബഹ്റൈൻ കുവൈറ്റ് സമുദ്ര കരാറിന് ഹമദ് രാജാവിന്റെ അംഗീകാരം. ബഹ്റൈനും കുവൈറ്റും തമ്മിലുള്ള തുറമുഖങ്ങൾ, കച്ചവടപരമായ കപ്പൽ ഗതാഗത കരാർ എന്നിവയ്ക്ക് അംഗീകാരം നൽകി രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ. പാർലമെന്റ് അംഗങ്ങളുടെയും ഷൂറ കൗൺസിലിന്റെയും അംഗീകാരത്തെ തുടർന്നാണ് 2025 നിയമം ഹമദ് രാജാവ് അംഗീകരിച്ചത്. 2024 ഒക്ടോബർ 20 വിദേശകാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് അൽ സയാനിയുടെയും കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹിയയുടെയും അധ്യക്ഷതയിൽ കുവൈറ്റിൽ വെച്ച് നടന്ന സംയുക്ത ഉന്നത സമിതി യോഗത്തിലായിരുന്നു കരാർ ഒപ്പിട്ടിരുന്നത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചെക്ക് നിയന്ത്രണം, ജോയിന്റ് അക്കൗണ്ട് നടപടിക്രമങ്ങൾ, സാമ്പത്തിക ബാധ്യതകളുടെ നിയമപരമായ നിർവഹണം, സാമ്പത്തിക ഇടപാടുകളിലെ ഉപഭോക്തൃ സംരക്ഷണം എന്നിവയിലെ ഭേദഗതി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 2025 നിയമവും ഹമദ് രാജാവ് അംഗീകരിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തൽ, സഹകരണത്തിന്റെ സുപ്രധാന മേഖലകളെ കുറിച്ചുള്ള വിലയിരുത്തൽ, സാമ്പത്തിക നിക്ഷേപം, സുരക്ഷ, വികസനം എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ കരാർ. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ഹ്യൂമനിറ്റേറിയൻ കൾച്ചറൽ അസോസിയേഷൻ ബഹ്റൈൻ ചാപ്റ്ററുമായി സഹകരിച്ച് സൽമാബാദ്, ഉമ്മല്ലസം എന്നിവിടങ്ങളിലെ കുറഞ്ഞ വരുമാനമുള്ള തൊഴിലാളികൾക്ക് ബഹ്റൈൻ റെഡ് ബസ് ഗോ കാറുകൾ, പഴങ്ങൾ, ജ്യൂസ്, വെള്ളം എന്നിവ വിതരണം ചെയ്തു. ഷഫീഖ്, സയ്യിദ് ഹനീഫ്, മന്നായി അലി, നൂർ മസ്താൻ, ഹബീബുള്ള, ജമാൽ ബാഷ, നവാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മർക്കസ് ബഹ്റൈൻ സൗത്ത് സെൻട്രൽ ഡയറക്ടറേറ്റ് പുനഃസംഘടിപ്പിച്ചു. സാമൂഹിക മുന്നേറ്റത്തിന് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും വിദ്യാഭ്യാസ സേവന രംഗത്ത് 5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ മർക്കസ് വിഭാവനം ചെയ്യുന്നത് ധാർമ്മികതയിലൂന്നിയ വിദ്യാഭ്യാസം, സഹവർത്തിത്വം, മതസൗഹാർദ്ദം എന്നിവയാണെന്നും മർക്കസ് PRO മർസൂഖ് സദനി പാപ്പിനിശ്ശേരി പ്രസ്താവിച്ചു. മർക്കസ് ബഹ്റൈൻ സൗത്ത് സെൻട്രൽ ജനറൽ കൗൺസിലിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൽമാബാദ് സുന്നി സെന്ററിൽ നടന്ന സൗത്ത് സെൻട്രൽ ജനറൽ കൗൺസിൽ PM സുലൈമാൻ ഹാജിയുടെ അധ്യക്ഷതയിൽ ICF ഇന്റർനാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം ഹാജി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലിൽ മർക്കസ് സൗത്ത് സെൻട്രൽ ഡയറക്ടറേറ്റ് പുനഃസംഘടിപ്പിച്ചു. ഭാരവാഹികൾ ഷംസുദ്ദീൻ സുഹ്രി, ഫൈസൽ ചെറുവണ്ണൂർ, അബ്ബാസ് മണ്ണാർക്കാട്, ഉമർ ഹാജി ചേലക്കര, ഷിഹാബുദ്ദീൻ സിദ്ദീഖി, മുസ്തഫ CV വടകര, ഉമർ ഹാജി പെരുമ്പടം, മൻസൂർ ഹുസൈനി വടകര എന്നിവർ അസോസിയേറ്റ് പ്രസിഡന്റ്മാരും ആസിഫ് നന്ദി, അബ്ദുൽ സത്താർ, ഹംസ ഖാലിദ് സഖാഫി,
അബ്ദുൽ ഫത്ത എന്നിവർ ഏരിയ സെക്രട്ടറിമാരുമാണ്. തൗഫീഖ് ബെൽഖങ്കാടി, മർക്കസ് ബഹ്റൈൻ ചാപ്റ്റർ ഭാരവാഹികളായ അബ്ദുൽ റഹീം സഖാഫി വരവൂർ, അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ, ICF ഫിനാൻസ് സെക്രട്ടറി മുസ്തഫ ഹാജി കണ്ണപുരം, ഉസ്മാൻ സഖാഫി തളിപ്പറം, RSC നാഷണൽ ചെയർമാൻ മൻസൂർ അഹ്സനി വടകര എന്നിവർ സംസാരിച്ചു. ഫൈസൽ ചെറുവണ്ണൂർ സ്വാഗതവും ഹംസ ഖാലിദ് സഖാഫി നന്ദിയും പറഞ്ഞു. ബഹ്റൈൻ വോയിസ് ഓഫ് ട്രിവാൻഡ്രം ബ്ലഡ് ഡൊണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്ററുമായി ചേർന്ന് സൽമാനിയ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. 100-ലധികം പേർ ക്യാമ്പിൽ രക്തം ദാനം ചെയ്തു. KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. VOT പ്രസിഡന്റ് സിബി കുര്യൻ അധ്യക്ഷത വഹിച്ചു. VDK ചെയർമാൻ KT സലിം, പ്രസിഡന്റ് റോജി ജോൺ, VOT ജനറൽ സെക്രട്ടറി അരവിന്ദ് PG, ലേഡീസ് വിംഗ് പ്രസിഡന്റ് ശില്പ, സെക്രട്ടറി ആയിഷ സിനോജ് എന്നിവർ സംസാരിച്ചു. VOT വൈസ് പ്രസിഡന്റ് മനോജ് വർക്കല, ജോയിന്റ് സെക്രട്ടറി സെൻ ചന്ദ്രബാബു, സെക്രട്ടറി നിബിൻ, ഫിനാൻസ് സെക്രട്ടറി മണിലാൽ, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, BDK ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ്, ട്രഷറർ സാബു അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് സുരേഷ് പുത്തൻവിളയിൽ, ജോയിന്റ് സെക്രട്ടറി സിജോ ജോസ്, അസിസ്റ്റന്റ് ട്രഷറർ രേഷ്മ ഗിരീഷ്, ക്യാമ്പ് കോർഡിനേറ്റർ സുനിൽ മനവളപ്പിൽ, സലീന റാഫി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീജ ശ്രീധരൻ, ഫാത്തിമ സഹല, അബ്ദുൽ നഹീഫ്, അസീസ് പള്ളം എന്നിവർ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് നേതൃത്വം നൽകി. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. പ്രതിസന്ധികളോട് പടവെട്ടി വന്ന ജനകീയ നേതാവാണ് MG കണ്ണൻ, OICC. താഴെത്തട്ടിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ കടന്നുവന്ന പ്രതിസന്ധികളെ ഊർജ്ജമാക്കിയ കോൺഗ്രസിലെ ജില്ലയിലെ ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു MG കണ്ണൻ. കുടുംബത്തിന്റെ പ്രയാസങ്ങളിലും മകന്റെ രോഗാവസ്ഥയിലും പാർട്ടിക്കു വേണ്ടി ജില്ലയിലുടനീളം നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. പോലീസിന്റെ ക്രൂരമായ ലാത്തി ചാർജിൽ നിരവധി തവണ തലയ്ക്കടക്കം പരിക്ക് പറ്റിയിരുന്നു. തലയിലെ രക്തസ്രാവം ഈ പോലീസിന്റെ ലാത്തി ചാർജിലൂടെ സംഭവിച്ചതാകാം എന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. അടൂർ അസംബ്ലി മണ്ഡലത്തിലെ ജനപ്രതിനിധിയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാർ അദ്ദേഹത്തെ അനുസ്മരിച്ചത് അടൂരിന് ഒരു MLA അല്ലായിരുന്നു, 2 MLA-മാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജനപ്രീതിയുടെ തെളിവായിരുന്നു. അടൂർ അസംബ്ലി മണ്ഡലത്തിലെ അടുത്ത ഇലക്ഷനിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഈ അപ്രതീക്ഷിത വിയോഗം. കണ്ണന്റെ വിയോഗത്തിലൂടെ ജില്ലയിലെ കോൺഗ്രസിന്റെ ജനകീയ മുഖമാണ് നഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹത്തെ അനുസ്മരിച്ച് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. OICC പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗം OICC മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിന് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു ബഷീർ സ്വാഗതവും സ്റ്റാൻലി കിളിവയൽ നന്ദിയും രേഖപ്പെടുത്തി. യോഗത്തിൽ OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു, ജീസൺ ജോർജ്, ഷമീം KC, സയ്യിദ് MS, നാഷണൽ കമ്മിറ്റി ഉപാധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ഷാജി ഷാമുവൽ, ജവാദ് വക്കം,
സുമേഷ് ആനേരി, IYCC ചെയർമാൻ നിസാർ കുന്നംകുളത്തിങ്കൽ, ജില്ലാ പ്രസിഡന്റുമാരായ മോഹൻകുമാർ, നൂറനാട്, സൽമാൻ ഉൽ ഫാരിസ്, റംഷാദ് ഐലക്കാട്, ചന്ദ്രൻ വളയം, ജില്ലാ ഭാരവാഹികളായ വർഗീസ് മാത്യു, ശോഭ സജി, കോശി ഐറ്റ്, സന്തോഷ് ബാബു, ബിബിൻ മാടത്തിത്ത്, ഷാജി കെ ജോർജ്, ക്രിസ്റ്റി, ബിനു കോന്നി, എബിൻ ആറന്മുള, ഈപ്പൻ തിരുവല്ല, എബി ജോർജ്, എബിൻ മാത്യു ഉമ്മൻ, കുഞ്ഞഹമ്മദ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബിജു രാജു, എബ്രഹാം, ടോം, ബിജു സദൻ പ്രസാദ്, അതുൽ പ്രസാദ്, അനു വർഗീസ് എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി. KPA സ്പീക്കേഴ്സ് ഫോറത്തിന് തുടക്കം കുറിച്ചു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ കലാസാഹിത്യ വിഭാഗം സൃഷ്ടിയുടെ നേതൃത്വത്തിൽ മലയാള പ്രസംഗ പരിശീലനത്തിനായി KPA സ്പീക്കേഴ്സ് ഫോറത്തിന് തുടക്കം കുറിച്ചു. KPA ആക്ടിംഗ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങ് സൃഷ്ടി ജനറൽ കൺവീനർ ജഗത് കൃഷ്ണകുമാർ നിയന്ത്രിച്ചു. വ്യക്തിത്വ വികസനത്തിനും ദൈനംദിന ജീവിതത്തിൽ സഹൃദരെയും സദസ്സിനെയും സമർത്ഥമായി അഭിമുഖീകരിക്കാൻ ഉതകുന്ന രീതിയിൽ അംഗങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് മലയാള പ്രസംഗ പരിശീലന കളരി കൊണ്ട് മുഖ്യമായും ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് മുഖ്യ പരിശീലകരായ ES സലീം, നിസാർ കൊല്ലം എന്നിവർ അറിയിച്ചു. ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ, സെക്രട്ടറിമാരായ രജീഷ് പട്ടാഴി, അനിൽ കുമാർ എന്നിവർ ആശംസകളും ട്രഷറർ മനോജ് ജമാൽ നന്ദിയും അറിയിച്ചു. ഇന്ത്യൻ സ്കൂൾ 4-5 ക്ലാസുകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 4-5 ക്ലാസുകളിൽ അക്കാഡമിക മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ്, സെക്രട്ടറി V രാജപണ്ഡ്യൻ, വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാഡമിക് അംഗവുമായ രഞ്ജിനി മോഹൻ, പ്രൊജക്ട് ആൻഡ് മെയിന്റനൻസ് അംഗം മിഥുൻ മോഹൻ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ, സീനിയർ സ്കൂൾ ആൻഡ് അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, മിഡിൽ സെക്ഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയ ലാജി, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയ ഗാനത്തോടെ പരിപാടി ആരംഭിച്ചു. തുടർന്ന് വിദ്യാർത്ഥിനി ഫാത്തിമ ഫിൽസ റുക്കുദ്ദീൻ വിശുദ്ധ ഖുർആൻ പാരായണം നടത്തി. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ് ദീപം തെളിയിച്ചു. തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ് അഭിനന്ദിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ അച്ചടക്കവും അക്കാഡമിക ഉത്തരവാദിത്വവും വളർത്തിയെടുക്കുന്നതിൽ മാതാപിതാക്കൾ നൽകിയ ഉറച്ച പിന്തുണയ്ക്കും പങ്കാളിത്തത്തിനും അദ്ദേഹം ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തി. സ്കൂൾ പ്രാർത്ഥനയോടെയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് 4ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ മനോഹരമായി അവതരിപ്പിച്ച പ്രാർത്ഥനാ നൃത്തവും നടന്നു. പ്രിൻസിപ്പൽ VR പളനിസ്വാമി സ്വാഗതവും സെക്രട്ടറി V രാജപണ്ഡ്യൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിന്റെ ഒരു പ്രധാന ആകർഷണം 4-5 ക്ലാസുകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള A1 സർട്ടിഫിക്കറ്റുകളുടെ വിതരണമായിരുന്നു. തുടർന്ന് കുട്ടികളുടെ കഴിവും സർഗാത്മകതയും പ്രദർശിപ്പിക്കുന്ന ആകർഷകമായ നൃത്താവതരണവും നടന്നു. ചടങ്ങുകളുടെ അവതാരകരായ നൂറ റഹ്മത്തിൽ, അഭിമന്യു മിഥുൻ, റൈഹാൻ തോമസ് എന്നിവർ മികവോടെ പരിപാടി നിയന്ത്രിച്ചു. മുസ്ലിം ലീഗ് ദേശീയ കൗൺസിലിൽ ബഹ്റൈൻ പ്രതിനിധികൾ പങ്കെടുത്തു. മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട KMCC ബഹ്റൈൻ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര എന്നിവർ ചെന്നൈയിൽ നടന്ന പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ പങ്കെടുത്തു. KMCC ആസ്ഥാനത്ത് നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ദേശീയ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹബീബ് റഹ്മാനെയും ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങരയും അഭിനന്ദിച്ചു. ദേശീയ തലത്തിൽ നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംസ്ഥാന കമ്മിറ്റി രൂപവൽക്കരണങ്ങളും പൂർത്തിയാക്കിയതിനെ തുടർന്ന് നടന്ന മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ ഇന്നലെ ചെന്നൈയിൽ അബു പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘടനാ ചരിത്രത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ച ദേശീയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഓൺലൈനായിട്ടാണ് നടന്നത്. കേരളത്തിലേതുപോലെ വ്യക്തിഗത വിവരങ്ങൾ ഓൺലൈനായി ചേർത്ത് നടത്തിയ ക്യാമ്പയിൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം വലിയ പ്രതികരണമാണ് സൃഷ്ടിച്ചത്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 3-1 കുറഞ്ഞു. അണക്കെട്ടിൽ വെള്ളിയാഴ്ച അവശേഷിക്കുന്നത് 2332.76 അടി ജലമാണ്. ഇത് സംഭരണശേഷിയുടെ 33% ജലമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 34% ജലം അവശേഷിച്ചിരുന്നു. കടുത്ത വേനലിൽ നീരൊഴുക്ക് കുറഞ്ഞതും വേനൽ മഴയിലെ കുറവുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ഇതോടൊപ്പം മൂലമറ്റം നിലയത്തിലെ വൈദ്യുതി ഉൽപാദനം
വർദ്ധിപ്പിച്ചതും ജലനിരക്ക് ഗണ്യമായി താഴാൻ കാരണമായി. ഇടുക്കി അണക്കെട്ടിലെ ജലം ഉപയോഗിച്ച് വെള്ളിയാഴ്ച 13.642 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. അണക്കെട്ടിലെ നിലവിലെ ജലം ഉപയോഗിച്ച് ഇനി 711.02 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പിന്റെ ഡാമുകളിൽ എല്ലാം കൂടി അവശേഷിക്കുന്നത് 31% ജലമാണ്. ഇതുപയോഗിച്ച് 1266.023 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പകൽ കനത്ത ചൂട് തുടരുന്നതിനാൽ വൈദ്യുതി ഉപയോഗം പരമാവധിയിലാണ്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.